മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മഞ്ജുവിന് വിഷുക്കോടി എല്ലാം കൊടുക്കുന്നു. അങ്ങനെ വളരെ സന്തോഷമാകുന്നുണ്ട് മഞ്ജുവിന്. എന്നിട്ട് മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഞാൻ വിഷുക്കോടി എടുത്തിട്ടുണ്ടെന്നും കരുണയ്ക്കും എല്ലാം ഒരു നെക്ലസ്സും വാങ്ങിയിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്തിന് കണ്ണിട്ട് അവൾക്ക് നെക്ലസ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നത്, കണ്ണിട്ടിന് ഇത്രയും മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ അഭിനയിക്കുകയില്ലേ, അപ്പം അവരും നമ്മളുടെ മുന്നിൽ അഭിനയിക്കുകയില്ലേ, അതുകൊണ്ട് തകർത്ത് തന്നെ അങ്ങനെ അഭിനയിച്ച് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കണ്ണൻ പറയുന്നു. പിന്നീട് വിഷുക്കോടി എടുത്തുകൊണ്ട് തന്നെ ലേഖയുടെയും അനന്തുവിൻ്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിഷുക്കോടി എടുത്തിട്ടുണ്ട്, എപ്പോഴും നീയല്ലേ ഞങ്ങൾക്ക് എടുത്തു തരുന്നത്, ഈ പ്രാവശ്യം അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാവർക്കും എടുത്തിട്ടുണ്ടെന്നും മഹിക്കും ലേഖയ്ക്കും എല്ലാം നെക്ലസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിൻ്റെ ഭാര്യനെ ഞങ്ങൾ നോക്കുന്നത് കൊണ്ട് നീ കടം വീട്ടുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, നീ അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കതൊരു വിഷമമാണെന്നെല്ലാം പറയുകയാണ്. നാളെ വിഷുവിന് നീ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ എല്ലാം കണ്ണിൽ പൊടിയിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് വരാൻ പറ്റുന്നതെന്ന് അറിയില്ല, നോക്കട്ടെ, എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പറ്റുമെങ്കിൽ ഞാൻ വന്ന് ഇവിടെ കൂടിക്കോളാം എന്നെല്ലാം കണ്ണൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ താൻ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ നീ അവൻ്റെ പിറകെ പോയത് കൊണ്ട് മാത്രമാണ് ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതും മേഘേട്ടൻ്റെ അപകടത്തിൻ്റെ പിറകിലും കണ്ണേട്ടൻ തന്നെയാണെന്നാണ് എനിക്ക് സംശയം. കാരണം അയാൾ അത്രയും ബുദ്ധിമാനാണ്, പഠിക്കുന്ന കാലം മുതലേ എനിക്കത് അറിയാവുന്നതാണെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് ആകെ ഒന്ന് വല്ലാതെ ആകുന്നുണ്ട് നമ്മുടെ വാമദേവൻ. നീ പറയുന്നതൊന്നും ഒന്നും സത്യമാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, പക്ഷേ ഇപ്പോൾ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കതെല്ലാം പേടിയാകുന്നുണ്ട്, സത്യമാണെന്ന് തന്നെ എൻ്റെ മുന്നിൽ തെളിയുകയാണെന്നല്ല വാമദേവൻ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നല്ല ഉണ്ണി പറയുന്നത് കേട്ട് വാമദേവനൊന്നും ഞെട്ടുന്നുണ്ട്. പിന്നീട് ദുർഗയോടായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ണി പറയുമ്പോൾ ദുർഗയൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ദുർഗ പറയുന്നുണ്ട് നീ എന്താണ് മോനെ പറയുന്നത്, അവൻ പണ്ടത്തെ പോലെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ അവനോട് എന്ത് ചോദിച്ചാലും അവൻ നമുക്ക് തരും, അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും അവനെ വെറുതെ സംശയിക്കില്ലേ മോനെ എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട് അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ, പക്ഷേ എനിക്ക് കണ്ണേട്ടനിൽ അത്ര വിശ്വാസമൊന്നുമില്ല, കണ്ണേട്ടൻ നമ്മളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് ദുർഗ ആകെ സംശയിച്ച് തന്നെ നിൽക്കുകയാണ്. പിന്നീട് മാർക്കോനെ ആണെങ്കിൽ കണ്ണൻ കാണുന്നുണ്ട്. എന്നിട്ട് കണ്ണനാണെങ്കിൽ മാർക്കോനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. ഇപ്പോൾ ഉണ്ണിക്ക് എന്നെ ചെറിയ സംശയമാണെന്നും ഉണ്ണി എപ്പോഴും സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നെല്ലാം പറയുകയാണ് മാർക്കോനോട്. മാർക്കോ പറയുന്നുണ്ട് അതിനെന്താണ് സാറേ, ഉണ്ണിയെ ഞാൻ നല്ല രീതിക്ക് തന്നെ ഒന്ന് കണ്ടോളാം, അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിരട്ടി വിട്ടാൽ മാത്രമേ നിങ്ങളുടെ പിറകെയുള്ള നടത്തം അവൻ അവസാനിക്കുകയുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ സാറിന് അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ് മാർക്കോ. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ട്, അവനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് പെരുമാറാൻ എനിക്ക് പറ്റാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ടെന്നെല്ലാം കണ്ണൻ മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറഞ്ഞ പ്രകാരം ഉണ്ണിയെ കാണാനായിട്ട് മാർക്കോ അവിടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയെ കാണുന്നതും ഉണ്ണി പറയുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ പിറകെ വന്ന് ശല്യം ചെയ്യുന്നതെന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട് നീയാണല്ലോ ഇപ്പോൾ മഹാലക്ഷ്മിയുടെ പിറകെ നടന്ന് ശല്യം ചെയ്തതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മഹാലക്ഷ്മി ഒരു രീതിക്കും ശല്യം ചെയ്യരുതെന്ന്, പക്ഷേ അതൊന്നും കേൾക്കാൻ നീ തയ്യാറല്ലല്ലോ, അതുകൊണ്ട് നിന്നെ നല്ല രീതിക്കൊന്ന് കാണാൻ തന്നെയാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം മഹാലക്ഷ്മിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അതുകൊണ്ട് തന്നെയാണ് നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്, അതിന് നീ ചോദ്യം ചെയ്യേണ്ട യാതൊരുവിധ അവകാശവും ഇല്ല എന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ മാർക്കോയുടെ മേലെ തട്ടി കയറുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് നീ അധികമൊന്നും ആളാകണ്ട, നീ വലിയ ആളായിട്ടുണ്ടെങ്കിൽ കണ്ണൻ സാറിൻ്റെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല, നിൻ്റെ കഥ ഞാൻ കഴിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ നല്ല രീതിക്ക് തന്നെ ഉണ്ണിയോട് പെരുമാറുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.